നമസ്കാരം, സുജി കുഴുമ്പിലാണ്. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തിരുപ്പതി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. തിരുപ്പതിയുടെ APRTC ബസ് സ്റ്റാൻഡിലാണുള്ളത്. ഇനി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വിശ്വപ്രസിദ്ധമായിട്ടുള്ള കാളഹസ്തി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ഈ തിരുപ്പതിക്കടുത്ത്, ഒരു 40 കിലോമീറ്റർ അകലെ. അപ്പോൾ ശ്രീ കാളഹസ്തി എന്ന് പേരുള്ള ആ ശിവക്ഷേത്രത്തിലേക്കാണ് ഞാൻ. ആ ശിവക്ഷേത്രം കാണാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് 40 കിലോമീറ്ററാണ്. ഇവിടുന്നൊരു APRTCൻ്റെ ഒരു ബസ്സിന് കാളഹസ്തിയിലേക്ക് പോവാണ്. ആ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കാളഹസ്തിക്ക് പോകാൻ വേണ്ടിയിട്ട് APRTCയുടെ ഒരു ബസ്സിൽ കയറിയിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലെ KSRTC ബസ് പോലത്തെ ഒരു ബസ്സാണ്. എന്നാൽ നല്ല പുത്തൻ ബസ്സാണ്. കയറിയിരുന്നു. അപ്പോൾ നമുക്ക് വഴിയോരങ്ങളിലെ കാഴ്ചകളിലൂടെയൊക്കെ കണ്ട് നമുക്കങ്ങ് കാളഹസ്തിക്ക് പോവാം. ബസ്സിനുള്ളിലെ കാഴ്ചകളാണ് കുറച്ച്. ഞാനിപ്പോൾ പോകുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 11 മണിക്കാണ് കേട്ടോ കാളഹസ്തിക്ക് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ടാവും, 1 മണിക്കൂറിലധികം ഉണ്ടാവും. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ പതുക്കെ കാളഹസ്തി ലക്ഷ്യമാക്കി നീങ്ങുകയാണ് കേട്ടോ. APRTCയുടെ ബസ്സുകളൊക്കെ കാണാം. അടുത്ത വേനൽക്കാലത്താണ് കാളഹസ്തിയിലേക്ക് ഞാൻ യാത്ര ചെയ്യുന്നത്. ഏകദേശം 42 ഡിഗ്രി ചൂട് ഉള്ളതുകൊണ്ട് തന്നെ ബസ്സിലിരിക്കുന്ന യാത്ര അതിദയനീയമാണെന്ന് പറയേണ്ടി വരും. അടുത്ത ചൂട് മുഖത്തേക്ക് അടിക്കുമ്പോൾ അതിഭയങ്കരമായ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും ഈ മെയ് മാസത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാളഹസ്തി യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഈ ഉഷ്ണ സമയം ഒഴിവാക്കി യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. മനോഹരമായ കാഴ്ചകൾ കാണാനും അതായിരിക്കും നല്ലത്. ഈ സമയത്ത് പോകുമ്പോൾ ഈ ആന്ധ്രാപ്രദേശിലെ കാഴ്ചകളെല്ലാം തന്നെ വരേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിലെ കണ്ടക്ടർ ഒരു വനിതാ കണ്ടക്ടറാണ്. അതുമാത്രമല്ല സാരി ഉടുത്തിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. സാരിക്ക് മേലെ ഒരു കോട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഫ്ലൈ ഓവറുകളൊക്കെ താണ്ടി ഈ കാളഹസ്തി പ്രദേശത്തേക്ക് പോകുന്നത് വിജയവാഡ, ചിറ്റൂർ എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. ഈ കാളഹസ്തി യാത്ര പോകുമ്പോൾ അങ്ങോട്ടുള്ള പാതകളൊക്കെ വളരെയധികം നവീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആന്ധ്രയിലെ വയൽ പ്രദേശമാണ്. അവിടെയൊക്കെ ഇപ്പോഴും എവിടെ നിന്നാണ് വെള്ളം ലഭിക്കുന്നതെന്നറിയില്ല. ഇപ്പോഴും അവിടെ ഞാറുനടിയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടുന്നൊക്കെ ആയിരിക്കാം കേരളത്തിലേക്ക് അരിയൊക്കെ എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം. അപ്പോൾ അത് ഈ കടുത്ത ചൂടിലും ഇവിടെയെല്ലാം വയലിൽ വെള്ളം ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത. അത് ഏതെങ്കിലും അണക്കെട്ടിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ഈ യാത്ര മനോഹരമാക്കുന്നത് ഇതുപോലുള്ള വലിയ കുന്നുകളുടെ ദൂരെയുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ അതും മനോഹരമായിട്ടാണ് നമുക്ക് തോന്നുക. തിരുപ്പതിയിൽ നിന്നും കാളഹസ്തി എന്ന് പറഞ്ഞ ക്ഷേത്ര നഗരത്തിലെത്തി കേട്ടോ. കാളഹസ്തി എന്ന് പറയുന്നത് വലിയൊരു ക്ഷേത്ര നഗരമാണ്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമാണ് ഈ കാളഹസ്തി എന്ന് പറയുന്ന നഗരം. അത് ഒരു നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലയുടെ മണ്ടയ്ക്ക് കയറിയിട്ട് വേണം ഈ കാളഹസ്തിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. അവിടെ വലിയ ശില്പങ്ങളുണ്ട്, ശിവൻ്റെയും പാർവതിയുടെയൊക്കെ. പക്ഷേ ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് വല്ലാത്തൊരു സമയം. ഇപ്പോൾ ഈ നട്ടുച്ചയ്ക്ക് കൃത്യം 1 മണി സമയത്ത് ഇവിടെ ഏകദേശം 42 ഡിഗ്രി ചൂടാണ് ഈ മെയ് മാസത്തിലുള്ളത് കേട്ടോ. അപ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ ക്ഷേത്രം അങ്ങനെ കാളഹസ്തി എന്ന് പറഞ്ഞ പ്രദേശത്ത് നമ്മളെത്തി. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിൽ ഈ സ്വർണ്ണമുഖി നദീതീരത്താണ് കാളഹസ്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ, ചിലന്തി, കാള, സർപ്പം, ഹസ്തി, ആന എന്നീ 3 ജീവികൾ ഇവിടെ ശിവനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിയതിനാണ് ഈ ക്ഷേത്രത്തിന് കാളഹസ്തി എന്ന് പേര് വന്നതെന്ന് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ കാണുന്നത് ഈ കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് കേട്ടോ. രാഹു കേതു ക്ഷേത്രം, ദക്ഷിണ കാശി എന്നീ വിശേഷണങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രം 5-ാം നൂറ്റാണ്ടിൽ പണിത ഒരു ക്ഷേത്രമാണ്. പഞ്ചഭൂതക്ഷേത്രങ്ങളിലൊന്നാണ് കാളഹസ്തി ശിവക്ഷേത്രം. ഇവിടെ ശിവൻ
വായുലിംഗമായിട്ടാണ് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതെന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഐതിഹ്യം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉൾവശത്തേക്ക് പ്രവേശിക്കുന്ന ആ പാതയിലൂടെ അകത്തേക്ക് നടന്നു പോവുകയാണ്. ഇവിടെ എപ്പോഴും ഈ കാളഹസ്തിയിലെ ശിവമന്ത്രങ്ങളിങ്ങനെ മൈക്കിൽ കൂടെ ചെറിയ രീതിയിൽ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ഗാനം പോലെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഏകദേശം ഇതിൻ്റെ കവാടത്തിൻ്റെ അടുത്തേക്ക് മാത്രമേ നമുക്ക് ഈ ക്യാമറയുമായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രധാന ക്ഷേത്ര ഭാഗങ്ങളിലെല്ലാം ക്യാമറ നിരോധിത മേഖലയാണ്. അതിനൊക്കെ മറ്റൊരു കാര്യം ഇവിടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഇവിടുത്തെ ഈ ക്ഷേത്ര ജീവനക്കാർ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നുള്ളതാണ്. ആ മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ആകർഷണമായിട്ടുള്ള ശിവൻ്റെയും പാർവതിയുടെയും വലിയ പ്രതിമകളുണ്ട്. അങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാൻ ഈ സമയത്ത് കഴിയില്ല ക്യാമറയുമായിട്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ വലിയ ഒരു ഗോപുരമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. തീർച്ചയായും ഏതെങ്കിലും സമയത്ത് ഈ തിരുപ്പതി ദർശനം നടത്തുന്ന സമയത്ത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ കാളഹസ്തി ക്ഷേത്രവും നിങ്ങൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ടതാണ്. ഈ വഴിയാണ് മേലെയുള്ള മുകളിലുള്ള ക്ഷേത്ര ഭാഗങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ ഈ നമ്മുടെ ക്യാമറ കണ്ടതുകൊണ്ട് തന്നെ പോകാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുണ്ടായി. മറ്റൊരു കാര്യം, ഗോപൂജയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാളഹസ്തി. ഇവിടെ കാണാം, ഗോക്കൾക്കെല്ലാം പ്രത്യേക ഫാനെല്ലായിട്ട് അവരെ സംരക്ഷിച്ച് വളർത്തുന്നു. കൂടാതെ ഇവിടെ ഒരു നേർച്ച പോലെ പുല്ല് ഈ ഗോക്കൾക്ക് കൊടുക്കുന്ന ഒരു സംഗതിയുണ്ട്. ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് പുല്ല് കിട്ടും, അത് ഗോക്കൾക്ക് നമുക്ക് കൊടുക്കാം. അതിൻ്റെ സമീപ പ്രദേശങ്ങളിലെ കാഴ്ചകളൊക്കെ തന്നെയാണ്. പിന്നെ മറ്റൊരു വൻ ക്ഷേത്ര സമുച്ചയത്തിലെത്തിയ പോലെ ഒന്നും നമുക്ക് തോന്നില്ലെങ്കിലും ഇത് ഈ ക്ഷേത്ര നഗരമായിട്ട് കൂട്ടാൻ കിട്ടും. ക്ഷേത്രം ആണ് ഇതിൻ്റെ പ്രധാന. അപ്പോൾ കാളഹസ്തിയിൽ നിന്നും മടങ്ങുകയാണ്. കാളഹസ്തിയിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കൊന്നും നമുക്ക് ക്യാമറയുമായി ചെല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം. അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാൻ ക്യാമറയായിട്ട് പോയി. മലേൻ്റെ മുകളിൽ വലിയ 2 ശില്പങ്ങളുണ്ട്, പക്ഷേ അങ്ങോട്ട് ക്യാമറയ്ക്ക് പ്രവേശനമില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട, തിരുപ്പതിയിൽ വരുവാണെങ്കിൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് 30 കിലോമീറ്റർ അകലെയുള്ള ഈ കാളഹസ്തി എന്ന് പറഞ്ഞ ക്ഷേത്രം കേട്ടോ. അപ്പോൾ കാളഹസ്തിയിലെ ഈ വിശേഷങ്ങളും ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.